Dear students, today's session I am going to explain about cursors in SQL. Oracle creates a memory area known as context area for processing an SQL statement which contains all information needed for processing the statement. ഒരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആയ ഒറാക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെമ്മറി ഏരിയയാണ് കോണ്ടെക്സ്റ്റ് ഏരിയ എന്ന് അറിയപ്പെടുന്നത്. ഈ കോണ്ടെക്സ്റ്റ് ഏരിയയിലാണ് ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് പ്രോസസ്സിങ് അതുപോലെ അതിൻ്റെ എല്ലാവിധ ഇൻഫർമേഷനും അടങ്ങിയിട്ടുള്ളത്. എ കഴ്സർ ഈസ് എ പോയിന്റർ ടു ദിസ് കോണ്ടെക്സ്റ്റ് ഏരിയ. ഈ കോണ്ടെക്സ്റ്റ് ഏരിയയിലേക്കുള്ള ഒരു പോയിന്ററാണ് കഴ്സർ എന്ന് അറിയപ്പെടുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് SQL it controls the context area through this cursor എന്നാണ്. Then a cursor holds the rows returned by a SQL statement. ഒരു SQL സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ ചെയ്യുന്ന റോസ്, ഒരു റോസ് ആയാലും ഒന്നിലധികം റോ ഉണ്ടെങ്കിലും അതിനെ ഹോൾഡ് ചെയ്യാനാണ് കഴ്സർ യൂസ് ചെയ്യുന്നത്. The set of rows the cursor hold is referred to as active set. You can name a cursor. And next session, what are the types of cursors? First one implicit cursors, then second one explicit cursors. Implicit cursors are automatically created by Oracle whenever an SQL statement is executed. Implicit cursor എന്ന് പറയുന്നത് ഒറാക്കിൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ആണ് ഫൗണ്ട്, ഈസ് ഓപ്പൺ, നോട്ട് ഫൗണ്ട്, റോ കൗണ്ട്. ഡീറ്റെയിൽസ് നെക്സ്റ്റ് സ്ലൈഡിൽ വരും. ദെൻ എക്സ്പ്ലിസിറ്റ് കഴ്സർ. എക്സ്പ്ലിസിറ്റ് കഴ്സർ ഈസ് എ യൂസർ ഡിഫൈൻഡ് കഴ്സർ. ദറ്റ് ഈസ് പ്രോഗ്രാമർ ഡിഫൈൻഡ് കഴ്സറാണ്. ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന 4 ഭാഗങ്ങൾ ഡിക്ലെയർ, ഓപ്പണിംഗ്, ഫെച്ച് ആൻഡ് ക്ലോസ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇംപ്ലിസിറ്റ് കഴ്സർ. ഇംപ്ലിസിറ്റ് കഴ്സറിൽ ഫസ്റ്റ് വൺ ഫൗണ്ട് ആട്രിബ്യൂട്ട്സ് ആണ്. ഫൗണ്ട് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ക്വറി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ട്രൂ എന്ന് കാണിക്കും. It returns true if an insert, update or delete statement affected one or more rows. അല്ലെങ്കിൽ select into statement returned one or more rows. അങ്ങനെ പറയുന്ന DML കമാൻഡ്സ് ഏതെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും റോയ്ക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിട്ടേൺസ് ട്രൂ ആണ്, അതർവൈസ് ഫാൾസ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഈസ് ദ ലോജിക്കൽ ഓപ്പോസിറ്റ് ഓഫ് ഫൗണ്ട് ആട്രിബ്യൂട്ട്സ് ഈസ് നോട്ട് ഫൗണ്ട്. അങ്ങനെ ഒരു റോയ്ക്കും എഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ റിട്ടേൺസ് ട്രൂ. ഒന്ന് എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ട്രൂ കാണിക്കും. അതാണ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഓപ്പൺ. ഇംപ്ലിസിറ്റ് കഴ്സറിൽ ഈസ് ഓപ്പൺ ഇറ്റ് ഈസ് ആൾവേസ് റിട്ടേൺസ് ഫാൾസ് ഫോർ ഇംപ്ലിസിറ്റ് കഴ്സർ ബിക്കോസ് ഒറാക്കിൾ ക്ലോസസ് ദ SQL cursor automatically. Then row count returns number of rows affected by inserted, updated, delete statement. ഇത്ര റോസ് ഉണ്ട് എന്ന് അറിയാൻ, ഇത്ര റോസ് ആണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എഫക്റ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കാനാണ് റോ കൗണ്ട് യൂസ് ചെയ്യുന്നത്. Then explicit cursor. The syntax of explicit cursor is cursor name ഈസ് സെലക്ട് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഫസ്റ്റ് പാർട്ട് ഡിക്ലെയറിംഗ് ആണ്. ഡിക്ലെയറിംഗ് ഇറ്റ് ഇസ് ഡിക്ലെയറിംഗ് ദ കഴ്സർ ഇറ്റ് ഈസ് ഫോർ ഇനീഷ്യലൈസിങ് ഇൻ ദ മെമ്മറി എന്നാണ്. മെമ്മറി ഇനീഷ്യലൈസേഷൻ ആണ് നമ്മൾ ഡിക്ലെയർ എന്ന് യൂസ് ചെയ്യുന്നത്. ഡിക്ലെയറിംഗ് ദ കഴ്സർ ഡിഫൈൻസ് ദ കഴ്സർ വിത്ത് നെയിം ആൻഡ് അസോസിയേറ്റഡ് സെലക്ട് സ്റ്റേറ്റ്മെന്റ്. ദറ്റ് ഈസ് കഴ്സർ C1 ഈസ് സെലക്ട് എക്സെട്ര. Then opening the cursor. Opening the cursor allocates memory for the cursor and it makes it ready for fetching the rows returned by the SQL statement into it.
ഓപ്പണിംഗ് ദ കഴ്സർ എന്ന് പറഞ്ഞാൽ കഴ്സർ ഓപ്പൺ ചെയ്ത് വെക്കുക, അതായത് ഓപ്പൺ C1, കഴ്സറിന്റെ പേര് C1. ദെൻ ഫെച്ചിങ് ദ കഴ്സർ, ഇറ്റ് ഫെച്ചിങ് ദ കഴ്സർ ഫോർ റിട്രീവിങ് ഡാറ്റ റിട്രീവ് ചെയ്യാനാണ് ഫെച്ചിങ് ദ കഴ്സർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫെച്ച് കഴ്സർ നെയിം ഇൻ ടു CID അങ്ങനെയാണ്. അടുത്ത ക്ലോസിംഗ് ദ കഴ്സർ, ഒരു കഴ്സർ ക്ലോസ് ചെയ്യാനാണ് ക്ലോസിംഗ് ദ കഴ്സർ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട എക്സ്പ്ലിസിറ്റ് കഴ്സറിലെ ഭാഗത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.